പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ വയനാട് ദുരന്തം മാനസികമായി ഒലിച്ചു കളഞ്ഞ ചില ആളുകൾ നമുക്കൊപ്പം ഉണ്ട്. അതിലൊരാളാണ് ഞങ്ങളുടെ വയനാട് പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത്. വയനാടിൻ്റെ മക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും എപ്പോഴും നമ്മുടെ സ്ക്രീനിൽ എത്തിക്കാൻ താല്പര്യം കാണിക്കുന്ന സുർജിത്തിനെ വല്ലാതെ തകർത്ത് കളഞ്ഞു ഈ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ. ഈ ഉരുൾപൊട്ടലിൻ്റെ തലേ ദിവസം ചൂരൽമലയിലേക്കും പുഞ്ചിരിമട്ടത്തേക്കുമൊക്കെ സുർജിത്ത് യാത്ര ചെയ്തിരുന്നു. അവിടെ പ്രകൃതിയുടെ മാറ്റത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുമ്പോഴാണ് സുർജിത്ത് അവിടെ യാത്ര ചെയ്തത്. മാത്രമല്ല സുർജിത്ത് അതൊക്കെ പകർത്തി പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തു. ചൂരൽമലയും ചുരിമട്ടത്തെയും ഒക്കെ സുർജിത്ത് അന്ന് മൊബൈൽ പകർത്തി വെച്ചിരുന്നു. അന്ന് 24നോട് പ്രതികരണം തന്ന ചില നാട്ടുകാർ തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവരെയൊക്കെ ഉരുൾ കൊണ്ടുപോയി. വളരെ ഭയങ്കരമായ അനുഭവങ്ങളാണ്, ഭയത്തെ അങ്കരിപ്പിക്കുന്ന അനുഭവങ്ങൾ തന്നെയാണ് ഈ സുർജിത്ത് അയ്യപ്പത്തിനുണ്ടായത്. ഓരോ മലമടക്കിലും സുർജിത്ത് കയറിയിറങ്ങുമ്പോഴും ഓരോ വേദനയുടെ കഥയുമായിട്ടാണ് തിരിച്ചിറങ്ങി വരുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ദുരന്തം നാശം വിതച്ചുപോയ വഴിയോരങ്ങളിലെല്ലാം സുർജിത്തിൻ്റെ തപ്ത നിമിഷങ്ങളുണ്ട്. ഈ റിപ്പോർട്ടറിൻ്റെ ഒരു മനോനിലയിൽ തന്നെ വല്ലാതെ കിടുക്കമുണ്ടാക്കിയ, വല്ലാതെ ഇടർച്ചയുണ്ടാക്കിയ ഒരുപാട് ദുഃഖകരമായ നിമിഷങ്ങൾ ഈ പ്രതിനിധിക്കുണ്ട്. ഞങ്ങളുടെ വയനാടിൻ്റെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്തിൻ്റെ ഈ സമീപകാല ജീവിതാനുഭവങ്ങളിലൂടെ ഞങ്ങളൊന്ന് യാത്ര ചെയ്യുകയാണ്. ഇത് സുർജിത്തിന് മാത്രം സ്വന്തമാണ് ഈ അനുഭവങ്ങൾ. വയനാട്ടിൽ ഇടവിട്ട് അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം മേലെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശത്താണ് നേരത്തെ 2019 ബെയ്ലി പാലത്തിലാണ് ചൂരൽമലയെയും മുണ്ടക്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബെയ്ലി പാലം. ഇക്കഴിഞ്ഞ ജൂലൈ 29 ഇത് ബെയ്ലി പാലമായിരുന്നില്ല, ചൂരൽമല പാലമായിരുന്നു. അന്ന് ഈ ഗ്രാമമുണ്ടായിരുന്നു. ഇവിടെ മനോഹരമായ കടകളുണ്ടായിരുന്നു, വീടുകളുണ്ടായിരുന്നു, മനുഷ്യരുണ്ടായിരുന്നു. ആ മഴ തിമിർത്തു പെയ്ത ജൂലൈ 29 ഇവിടേക്കെത്തിയ 24ൻ്റെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത് ആ ദിവസത്തെ ഓർക്കുന്നുണ്ട്. അന്ന് അസാധാരണമായ മഴപ്പെയ്ത്തായിരുന്നു, വലിയ രീതിയിൽ മഴപ്പെയ്ത്ത്. അപ്പോൾ ആളുകൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഇവിടെ പുഴ വല്ലാത്ത അസാധാരണമായ രീതിയിൽ ഒഴുകുന്നു എന്ന് പറഞ്ഞിങ്ങനെ പുഴ ഇങ്ങനെ കുത്തി ഒലിച്ചൊഴുകുകയാണ്, ചുവന്ന വെള്ളമാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇവിടേക്ക് വന്നു ഞാൻ. അന്ന് പാലാണ്, ഈ പാലത്തിൻ്റെ ഇവിടെ വന്നു, വിഷ്വൽസൊക്കെ എടുത്തു. അന്ന് എങ്ങനെയായിരുന്നു ഈ ഭൂമി കാണാൻ? അത് വെള്ളാർമല എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു ഇടമാണ്. ഷൂട്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സ്ഥലമാണ്. വെള്ളാർമല സ്കൂൾ എപ്പോഴും ഒരു നല്ല ഭംഗിയല്ലേ, മലയും ഒക്കെ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൂൾ. ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ചെറിയ പാലം കടന്ന മുണ്ടക്കൈ, അങ്ങോട്ട് മുണ്ടക്കൈയാണ്. തേയിലത്തോട്ടങ്ങൾ, കണ്ണത്താ ദൂരത്തോളം തേയിലത്തോട്ടങ്ങൾ, വനം, അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പുഴ, മനോഹരമായി ഒഴുകുന്ന പുഴ, തെളിനീരാണ്. അന്ന് കാറിൽ പോകാമായിരുന്നു മുണ്ടക്കയത്തേക്കും പുഞ്ചിരിമട്ടത്തേക്കും. ഇന്നങ്ങനെ കാറിൽ പോകാൻ സാധിക്കില്ല. പകരം ഇവിടെ നിന്ന് ഇവർ അനുവദിക്കുന്ന ഒരു വാഹനത്തിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ പ്രദേശത്ത് വരുമ്പോൾ ആ പാലത്തിനെ കണക്ട് ചെയ്യുന്ന ആ റോഡാണത്. ആ റോഡ്, അതിനകത്തൊരു പച്ച നെറ്റ് കാണാം. നമുക്ക് ഒരു ഏലത്തോട്ടാണ്, ഏലത്തോട്ടത്തോട് ചേർന്നൊരു പച്ച നെറ്റ് കാണാം. അത് മാത്രമാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഈ സ്ഥലം. രമേഷ് പറഞ്ഞത്, കുമാരൻ വയനാട് എന്ന് പറഞ്ഞ ചേട്ടനെ കൈ ഷെയ്ക്ക് ഹാൻഡ് കൊടുപ്പിച്ച്, മൂപ്പര് നല്ല കലാകാരനാണ്, നമുക്ക് മൂപ്പരെ ചാനലിൽ നന്നായി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവിടുന്ന് പിരിഞ്ഞതാ. ആ ചേട്ടൻ ഇന്നില്ല. ഞങ്ങളുടെ ജീപ്പിൽ വന്ന 2-3 പേരും ഇല്ല, അവരുടെ കുടുംബാംഗങ്ങളും ഇല്ല. ചിലർ രക്ഷപ്പെട്ടിട്ടുണ്ട്, രക്ഷപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളില്ല. എല്ലാവരും മണ്ണിൽ ആയി. ചിലരുടെ ബോഡി കിട്ടി, ചിലരുടെ കിട്ടിയിട്ടില്ല. അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറുകയാണ്. നമ്മൾ മാധ്യമപ്രവർത്തകരാണല്ലോ, നമുക്ക് കരയാൻ പറ്റില്ലല്ലോ. തലേദിവസം ഞാൻ കുറേ പട്ടികളുടെ ഫോട്ടോസ് എടുത്തിരുന്നു. ഇവിടെ പാലത്തിന് മുകളിൽ കുറേ പട്ടികളുണ്ടായിരുന്നു. അവരെ കണ്ടു. പിന്നീട് ഞാൻ വീണ്ടും ഇവിടെ വന്നപ്പോൾ അവരെ കണ്ടു. അതൊഴിച്ചാൽ വേറെ ഒന്നുമില്ല.
ഭൂമി ഇങ്ങ് പിളർന്ന് മാറിയ അവസ്ഥയാണ്. ഒന്നും കാണാനില്ല. കുറേ കൂറ്റൻ പാറകൾ, 3 ആന പൊക്കത്തിലൊക്കെ ഉള്ളൊരു പാറ എന്നൊക്കെ പറഞ്ഞാൽ സങ്കല്പിക്കാൻ പറ്റും. 12:39 ഞങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു 12:39 വരെ ഈ നിമിഷം വരെ പ്രശ്നങ്ങളില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നമ്മൾ എന്തോ ഒരു ദുരന്തം വരുന്നു എന്നുള്ള ഒരു ഉൾവിളി എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഉണ്ടായിട്ടുണ്ട്. അത് എന്നിട്ട് ഒരു 1:30 നേരത്താണ് എന്നെ രമേശ് വിളിക്കുന്നത്. 1:30 ആ സമയം ഏകദേശം ഫസ്റ്റ് പൊട്ടൊരു സമയം. ഞങ്ങളിപ്പോ ഇപ്പോഴും പിന്നെ അപകടത്തിലാണ് ഇരിക്കുന്നത്. മരണത്തെ മുഖാമുഖം വീണ്ടും കാരണം വീണ്ടും ഉരുള് പൊട്ടിയിരിക്കുകയാണ് മുണ്ടക്കയിൽ ഈ സമയത്തും. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ നമുക്ക്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ചാടി ഇറങ്ങി വേഗം മറ്റു സുഹൃത്തുക്കളൊക്കെ അറിയിച്ചു. വേഗം പോകുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് അപ്പോഴേക്കും എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തുമ്പോൾ ഉള്ള കാഴ്ച അത് സങ്കല്പിക്കാൻ കഴിയാത്തതിൻ്റെ അപ്പുറത്തുള്ള കാഴ്ചയായിരുന്നു. 4 മണി നേരത്ത് ആ സമയത്ത് അതിന് തൊട്ട് മുമ്പാണ് ഞങ്ങളിവിടെ എത്തിയത്. വീണ്ടും പൊട്ടീന്ന് പറഞ്ഞിട്ട് അലർച്ചയാണ് ആൾക്കാർ, നിലവിളി ഇതൊക്കെ. ആൾക്കാർ ഓടുന്നുണ്ട്. ഞാൻ മൈക്ക് വെച്ച് ഇങ്ങനെ മനസ്സിലാവാൻ നിൽക്കുക എന്താ സംഭവിക്കുന്നുള്ളൂ. അതായിരുന്നു ഏറ്റവും വലിയ ഭീകരമായ ഉരുൾപൊട്ടൽ എന്ന് പിന്നീടാണ് അറിയുന്നത്. മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആ ഒരു നിമിഷത്തിൽ എനിക്ക് 24-ലെ നിങ്ങളെ വിളിക്കാനാണ് എനിക്ക് തോന്നിയത്. വേറെ ആരും രക്ഷിക്കാൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. മാത്രമല്ല ചുറ്റിനും എല്ലാം പോയി, ഞങ്ങൾ മാത്രം നിൽക്കുന്നു, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരും ഉണ്ടായില്ല. അതായത് ജീവിതത്തിന്റെയും മരണത്തിന്റെയും അനർഘ നിമിഷം ഞാൻ കണ്ടു. ഞാൻ മനസ്സിലാക്കുന്നത് 2 കാര്യങ്ങൾ. ഒന്ന്, സുർജിത്ത് അന്ന് അവിടെ നിന്ന് ആ ലൈവും ഒക്കെ കിടക്കുമ്പോൾ ആളുകളെ കാണുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായി. ഒന്ന്, ഒരു ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് ആളുകൾക്കറിയാം എന്നുള്ളതാണ്. അതിൻ്റെ സൂചനകൾ അവിടെയുണ്ട്. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തും എന്നുള്ളതാണ്, അല്ലേ? തീർച്ചയായും അത് ആളുകളൊക്കെ പറയുന്നുണ്ട്. അന്ന് വ്ളോഗറായിട്ടൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ ഭർത്താവാണ് ഷൂട്ട് ചെയ്തിരുന്നത്. ആ ഫ്രെയിമിലും ഞങ്ങളുടെ സംഘമുണ്ട്. ഇങ്ങനെ ഭീഷണിയുണ്ട് എന്നൊക്കെ ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് താഴെ വന്ന കമൻറ്റുകൾ മുഴുവൻ ഭയങ്കര മോശമായിട്ടുള്ള കമൻറ്റുകളായിരുന്നു വന്നത്. കമൻ്റ് ഇട്ട ആളുകൾ ഈ പ്രദേശത്തുള്ള ആളുകളാണോ ഒന്നും അറിയില്ല. പക്ഷേ അവരുണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല. 3 ഗ്രാമങ്ങളാണ് അപ്പാടെ ഉരുളെടുത്തു പോയത്. അതിൽ മുണ്ടക്കൈ ഗ്രാമത്തിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം. ഒരു മുടിതാര് പോലും അവശേഷിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ. പുഞ്ചിരിമട്ടം പ്രദേശത്തു നിന്നാണ് ഉരുൾ പൊട്ടി ഒലിച്ചത്. അതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ആ ഭാഗമാണ്. അവിടെ നിന്ന് താഴേക്ക് ഉരുൾ പൊട്ടി നേരെ വരികയായിരുന്നു. ഒന്നുമില്ല, അവിടെ പള്ളിയുടെ ഭാഗം മുഴുവൻ പോയി. മുണ്ടക്കൈ ജംഗ്ഷൻ കാണുന്നില്ല. ജംഗ്ഷൻ പൂർണ്ണമായും ഭൂപടത്തിൽ നിന്നില്ലാതായിട്ടുള്ള അവസ്ഥയാണ്. അതിന് താഴെ ചൂരൽമലയും ഇല്ല. ഈ ആയുസ്സുകാലത്ത് ഇത്രയും വലിയ മഹാദുരന്തം കാണേണ്ടി വന്ന നടുക്കത്തിലാണ് ഞങ്ങൾ. ഹൃദയം പൊട്ടുന്ന വേദനയിലാണ് ഞങ്ങൾ. ദുരന്ത ഭൂമിയിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്തിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, ടീം 24, വയനാട്. You are watching 24 from News Headquarters, Kochi. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ സുർജിത്ത് അയ്യപ്പത്തിൻ്റെ അനുഭവങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും അയാളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. വയനാടിൻ്റെ മലമടക്കുകളിലൊക്കെ വളരെ പരിചിതനായ സുർജിത്ത് അയ്യപ്പത്ത് തലേ ദിവസം ഉരുൾപൊട്ടിയ അതിൻ്റെ തലേ ദിവസം യാത്ര ചെയ്ത ദൃശ്യങ്ങളൊക്കെ പകർത്തിയതാണ്. ഉരുൾപൊട്ടി വന്ന പ്രദേശത്ത് നിന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് പല ദൃശ്യങ്ങളും നമുക്ക് അയച്ചത്. നമ്മൾ എന്തോ ഒരു വലിയ അപകടം നടക്കാൻ പോകുന്നതിൻ്റെ സൂചന പോലെയായിരുന്നു അന്ന് സുർജിത്തിൻ്റെ വാക്കുകൾ. നമ്മൾ തിരിച്ചറിയുന്നു കുറേ സമയം കഴിയുമ്പോൾ നമ്മുടെ വാർത്താമുറിയിലേക്ക് ആ മഹാ അപകടത്തിൻ്റെ ദുരന്തത്തിൻ്റെ വാർത്ത കുതിച്ചെത്തി. ഒരുപാട് പേരുടെ ജീവനെടുത്തു എന്നുള്ള വാർത്തയുമായി. ഇനി നമുക്ക് ഓർമ്മിക്കാൻ ഒരുപാടുണ്ട്. നമ്മുടെ അവതാരകരൊക്കെ തന്നെ അലക്സ് റാം മുഹമ്മദ് പറയുന്ന പോലെ നമുക്ക് ഒരുപാട് കാലം ഈ വാർത്തകളുടെ ഇരമ്പൽ നമ്മുടെ മനസ്സിലുണ്ടാകും.